നമസ്തേ. നമുക്ക് നല്ലൊരു കവിത കേൾക്കാം. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയിട്ടുള്ള പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിത. ഒരു ചേച്ചി തൻ്റെ കുഞ്ഞനിയനെയും കൊണ്ട് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവാണ്. ചേച്ചി സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. പക്ഷെ അനിയൻ്റെ വിദ്യാലയത്തിൽ ആദ്യ ദിവസമാണെന്ന്. അപ്പം അനിയൻ്റെ കുഞ്ഞു കണ്ണുകളിൽ ആ ഒരു അമ്പരപ്പുണ്ട്. ചേച്ചിയുടെ കണ്ണുകളിൽ അദമ്യമായിട്ടുള്ള സ്നേഹവാത്സല്യങ്ങളുണ്ട്. അതൊക്കെ കവി ആവിഷ്കരിക്കുന്നത് നമുക്കൊന്ന് കാണാം. അല്ലി മലരിനെ മെല്ലെ മെല്ലെ ഉല്ലസിപ്പിക്കൂ മുഷസ്സു പോലെ, മൂത്തവളിന്നിളം പൈതലിനെ ആത്ത കുതുകമണിഞ്ഞൊരുക്കി, ഊറ്റവും ഉൽക്കട ഹർഷവും കൊണ്ടുജ്വലിക്കുന്ന മുഖം മിനുക്കി, എൻ മുന്നിൽ നിർത്തിനാൾ പാഠശാല തന്നിൽ നടാടെ ഗമിപ്പവനെ, നന്ദിതാവർത്തന ചാരുതയാൽ എന്നിലൗത്സുക്യം വളർത്തിടുന്നു. 50 കൊല്ലം മുമ്പാണതിലെ സംഭവത്തിനിതേ ഭേദമുള്ളൂ. പെങ്ങൾക്കൊരെള്ളിൻ പൂവൊത്ത മൂക്കിൽ തൂങ്ങിന പൊന്നാത്തുണ്ടായിരുന്നു. ആങ്ങള തന്മുഖം പൗഡർ പൂശി മിന്നിത്തിളങ്ങിയിരുന്നുമില്ല. 2 മിഴികളിൽ അമ്പരപ്പും 2 മിഴികളിൽ സ്നേഹവായ്പും ഏന്തി തുളുമ്പും തുളുമ്പലുകൾ ഏറെയുമില്ല കുറവുമില്ല. പൂഴിമുറ്റത്തതാ പൂക്കൾ ചൂടി പൂമ്പാറ്റകൾക്കു കുടീരമായി, കാഞ്ചന വെയിലും നുണച്ചിറക്കി കാണൂ മലരിതൻ ചില്ലയിന്മേൽ, മുറ്റത്തലരിമേലക്ഷമങ്ങൾ തത്തിയിരിപ്പു ചെറുകിളികൾ. പ്രേഷ്ടരവരോടു യാത്ര ചൊല്ലൂ, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ, നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. വായിൽ നിന്നിപ്പോഴേ പോയിക്കഴിഞ്ഞു നാനാജഗൻ മനോരമ്യ ഭാഷ. അച്ഛനോ ദൂനമാണിന്നു ചിത്തം കൊച്ചു സുഹൃന്മണി നിന്റെ പേരിൽ. അങ്ങനെ മനോഹരമായിട്ടുള്ള ഈ കവിതയിലെ ഒരുപാട് വരികളുണ്ട്. അപ്പം അതെല്ലാം ഞാൻ ചൊല്ലുന്നില്ല. എന്നിട്ട് അനുഗ്രഹത്തിനായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കുട്ടി. അപ്പം അച്ഛൻ പറയാണ്, എന്താണ് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അനുഗ്രഹം തരേണ്ടത്? ഭദ്രമായൊരു ഹൃദയമുണ്ടേ, ശക്തമായൊരിളം പൂടലും, ഞാനിതാശംസിക്കാം നീ യഥേഷ്ടം ജ്ഞാനങ്ങൾ നേടിക്കഴിയുമ്പോഴും, ഈ മനഃശോഭയൊത്തി ശരീര സ്ഥേമാവപങ്കുരമാക നിങ്കൽ. എന്താണ്, എനിക്ക് നിന്നെ എങ്ങനെ അനുഗ്രഹിക്കണമെന്ന് അറിയില്ല. എൻ്റെ ക്രാന്തദർശിത്വക്കുറവ് കൊണ്ട് അടുത്ത കാലഘട്ടങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടി വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് നിനക്ക് എന്താണ് ആഗ്രഹമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നീ എന്തെങ്കിലും ഒന്ന് നല്ല രീതി തന്നെ തിരഞ്ഞെടുക്കുക. അപ്പം എനിക്ക് എൻ്റെ അച്ഛൻ തന്നിട്ടുള്ള ഒരു അനുഗ്രഹമുണ്ട്. അച്ഛൻ്റെ അടുത്തേക്ക് ഇതേപോലെ ഞാൻ അനുഗ്രഹം മേടിക്കാനായിട്ട് ചെന്നപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത് നന്നായി എഴുതൂ എന്നുള്ളതാണ്. തന്മകനാശിസും കൽപ്പനയും തന്നു കൈ അക്ഷരം നല്ലതാക്കൂ, മുൾച്ചെടി ചാർത്തെന്നോ മുല്ലപ്പൂക്കൾ നേർത്തു വിരിച്ച വഴികളെന്നോ, മുറ്റുംഗണിച്ചീല വൽപിതാവാ മുഗ്ധസങ്കൽപ്പത്തെ വാർത്തെടുക്കേ, ചൊവ്വിൽ സ്വതന്ത്രമായൊരു മാർഗം ചൊല്ലിത്തരികയേ ചെയ്തതുള്ളൂ. സങ്കൽപ്പം നന്നായ തൃക്കഴലിൽ എൻ കൈപ്പൂമൊട്ടുകളർച്ചിതങ്ങൾ. ആണ് അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞത് നന്നായി എഴുതൂ എന്നുള്ളതാണ്.
നല്ല കൈയക്ഷരമാക്കൂ, ചൊല്ലി കൈയക്ഷരം നല്ലതാക്കൂ, നന്നായി എഴുതൂ എന്നുള്ള ആ അനുഗ്രഹം താൻ ഏറ്റുവാങ്ങുകയും നന്നായിട്ട് അദ്ദേഹത്തിന് തന്നെ സാഹിത്യരചന നടത്താൻ കഴിഞ്ഞല്ലോ. ഒരുപാട് കവിതകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വതന്ത്രമായൊരു വഴി തൻ്റെ അച്ഛൻ തനിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം തന്നു. അതെനിക്ക് അത് നല്ലതായി, ഒരു കുഴപ്പമില്ലാതെ താൻ ഇന്ന് വരെ ജീവിച്ചിട്ട് എത്തി. അതാണ് വാക്കിടറാതെ നടന്നു തന്നെ വർഷീയനായി കഴിഞ്ഞൊരച്ഛൻ എന്നാണ് അദ്ദേഹം അച്ഛനെ കുറിച്ചിട്ട് ആദരപൂർവ്വം ഓർമ്മിക്കുന്നത്. അല്ലെ, വാക്ക് പാലിച്ചുകൊണ്ട് വളരെ തൻ്റെ ഇടത്തോടുകൂടി തന്നെ ജീവിച്ച തൻ്റെ അച്ഛനെ കുറിച്ച് അദ്ദേഹം വളരെയധികം ആദരവോടുകൂടി ഓർക്കുന്നതാണ്. അപ്പം അനിയൻ്റെ മുഖത്ത് എന്തുണ്ട്, വലിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്താണ്, മുഗ്ധയാമാവധു എത്രമാത്രം മുത്തിയാണെന്ന നീരോർത്തതാവാം പെങ്ങൾ തൻ ചുണ്ടത്തദ്യമ്യമായി കാണാൻ കുസൃതിക്കുനു ചിരികൾ. അല്ലെ, ശോഭന വിദ്യാവിലാസിനിയെ കൈപിടിച്ച് ആനയിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു പോവാണ് അനിയൻ. അപ്പൊ ചേച്ചി ഇതൊക്കെ എത്ര കണ്ടിരിക്കണോ, ഇങ്ങനെ തന്നെയാണ് എല്ലാവരും സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ അങ്ങോട്ട് അല്ലേ എന്തൊക്കെ ചെയ്യണം, ഒരുപാട് നന്നായി പഠിക്കണം, അങ്ങനെ പല പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് പോവുക. പഠിക്കും, ചിലരൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ എത്തും, ചിലർ പക്ഷേ ജീവിതത്തിൽ വേറെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആയിത്തീരുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ജീവിതം. അപ്പോൾ വളരെ നല്ലൊരു കവിതയാണ് പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്നുള്ളത്. അപ്പം തൻ്റെ സഹോദരിയെ കുറിച്ചിട്ട് കവി ഓർക്കുകയാണ്. ഇവിടെ തൻ്റെ മകനെ അവൻ്റെ മൂത്ത സഹോദരി, തൻ്റെ മൂത്ത മകള് പുറപ്പെടുവിച്ചിട്ട് കൊണ്ടുപോവാണ്. അപ്പം ആ സമയത്ത് തന്നെ 50 വർഷങ്ങൾക്ക് മുമ്പ് സംഭവത്തിന് ഇതേ ഭേദമുള്ളൊരു വ്യത്യാസമുള്ളൂ. തൻ്റെ ചേച്ചി തന്നെ സ്കൂളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന ആ സമയത്ത് പെങ്ങൾക്കൊരെള്ളിൻ പൂവൊത്ത മൂക്കിൽ തൂങ്ങിന പൊന്നാത്തുണ്ടായിരുന്നു, ആങ്ങള തൻമുഖം പൗഡർ പൂശി മിന്നിത്തിളങ്ങിയിരുന്നുമില്ല, 2 മിഴികളിൽ അമ്പരപ്പും 2 മിഴികളിൽ സ്നേഹവായ്പും ഏന്തി തുളുമ്പും തുളുമ്പലുകൾ ഏറെയുമില്ല കുറവുമില്ല. സഹോദരിമാരുടെ കണ്ണിലെ സ്നേഹവാത്സല്യങ്ങൾക്കും പുതുതായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ കണ്ണിലെ അമ്പരപ്പനും അതൊക്കെ അതേപോലെ തന്നെയാണ് ഇന്നുള്ളത്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. എല്ലാ കവിതകളെയും